ഫിഫ ലോകകപ്പിൽ അൾജീരിയക്കെതിരെ അർജന്റീന 2 ഗോളിന് മുന്നിലായി. മെസ്സിയുടെ ഇരട്ട ഗോളിനാണ് അർജന്റീനയുടെ മുന്നേറ്റം. അർജന്റീന ആരാധകരുടെ ആവേശം പ്രേക്ഷകരിലെത്തിക്കാൻ നമ്മുടെ പ്രതികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നു. കണ്ണൂരിൽ നിന്ന് കണക്കാട് നിന്ന് അജീഷ് ജയകുമാർ മുതൽ തൃശ്ശൂർ കുട്ടനല്ലൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുകയാണ്. ആദ്യം കണ്ണൂരിലേക്ക് കക്കാട് നിന്നാണ് ചേരുന്നത്. അജീഷ് ജയകുമാർ, അവിടെ എങ്ങനെയാണ് ആവേശം മലതല്ലുകയാണോ ഇപ്പോഴും? എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് കക്കാടാണ്. ഇവിടെ ഒരുപാട് മെസ്സി ആരാധകരുണ്ട്, അർജന്റീന ആരാധകരുണ്ട്. 2 ഗോൾ ഇന്ന് മെസ്സി അടിച്ചു. എന്താ കളി കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആദ്യത്തെ കളിയിൽ അടിപൊളി കളി. അർജന്റീന മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഈ കളി ഒന്നും അർജന്റീനക്ക് പോരാ, ഒന്നും കൂടി ഉഷാറാണ്. ഞാൻ കടുത്ത ബ്രസീൽ ആരാധകനാണ്, എന്നാലും അർജന്റീന കളി ഇഷ്ടപ്പെട്ടു. അത് ബ്രസീലായതുകൊണ്ട് 2 ഗോൾ അടിച്ച ദുഃഖം കൊണ്ടാണ്, വേറെ ഒന്നും. ബ്രസീൽ ഫാൻസാണ്. ഇന്നത്തെ കളി കണ്ടിട്ട് എന്താവുന്നത്? എന്തായാലും ആരാധകർ ആവേശത്തിലാണ്. മെസ്സി 2 ഗോൾ അടിച്ച് അതിന് സന്തോഷമുണ്ട് കക്കാടുള്ള അർജന്റീനൻ ആരാധകർക്ക്. എന്തായാലും കളി ഹൈഡ്രേഷൻ ബ്രേക്കിലാണ്. ഇനി തുടർന്നും കളി കാണണം അവർക്ക്. ഇനി തൃശ്ശൂരിലെ കുട്ടനല്ലൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേർന്നു. ശ്രീജിത്ത്, കുട്ടനല്ലൂരിലും ആവേശം അലതല്ലുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആവേശമാണോ, പൊട്ടിയോ? എസ് കെ ഉറപ്പായും രണ്ടാമത്തെ ഗോൾ ലയണൽ മെസ്സി അടിച്ചു കയറ്റിയപ്പോൾ, ആ വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ സ്വാഭാവികമാണ് കുട്ടനല്ലൂരിലെ ഈ ഫുട്ബോൾ ആരാധകർ, റെഡ് സ്റ്റാർ എന്നാണ് ഈ ഫുട്ബോൾ അക്കാദമിയുടെ പേര്, റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമിയിലെ മിടുമിടുക്കന്മാരായ താരങ്ങളാണ് നമുക്കൊപ്പം ഉള്ളത്. അവർ അർജന്റീനയുടെ വലിയ പതാകയൊക്കെ ഉയർത്തി. എങ്ങനെ മെസ്സി തകർത്തോ? എങ്ങനെ നിങ്ങളുടെ ഒരു ആവേശം? ഈ എത്ര ഗോൾ അടിക്കുന്ന പറയുന്നത്? ഒരു ഹാട്രിക് ആണ് നോക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു കളി? കളി ഒരു പതിഞ്ഞ കളിയാണോ മൊത്തത്തിൽ? അല്ല, അടിപൊളിയായിരുന്നു. എന്നാലും മറ്റേ അൾജീരിയ അങ്ങനെ എന്തോ ഇതില്ലേ, അവര് ഡീസെന്റ് ആയിട്ടാണ് കളിച്ചത്. ഡീസെന്റ് പ്ലേ ആണ്. ഡീസെന്റ് പ്ലേ ആണ്. അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പറയുന്നത് പോലെ ഇവിടുത്തെ കോച്ച് അടക്കമുള്ള ആളുകൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. മെസ്സി ആരാധകർ എന്തായാലും ഈ മേഖലയിലേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. നമ്മുടെ ഒപ്പം ഇവിടുത്തെ കോച്ച് കൂടി ചേരുന്നുണ്ട്. കോച്ചിന് മടിയാണ്, നാണമാണെന്നാണ്. നിങ്ങളുടെ കോച്ചിന് ഇത്ര നാണമാണോ? കോച്ചിന് ഇങ്ങനെ നാണമൊന്നും ഇല്ല പതിവ്. വീണ്ടും ഗോളടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ആരാധകരെല്ലാം. എല്ലാവരും കൂടി മെസ്സിക്ക് ഒരു ജയ് വിളിച്ചേ. ഒന്ന് വിളിക്കേ. ഊർജം പോരാ. എന്തായാലും ആ ഒരു ആവേശത്തിൽ അവർ എല്ലാവരും നിൽക്കുന്നുണ്ട്. അൾജീരിയയുടെ കളി അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്ന സമയത്ത് ചില മെസ്സി ആരാധകർ ഇവിടെ സങ്കടപ്പെടുന്ന കാഴ്ച കണ്ട്. എന്തായാലും ഹാട്രിക് അടിക്കുമെന്നാണ് ഈ ഒരു ആരാധക വൃന്ദം, അല്ലെങ്കിൽ ഈ കുട്ടികൾ, താരങ്ങൾ, പുത്തൻ താരങ്ങളുടെ ഒരു പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.